24 ബിഗ് ബ്രേക്കിംഗ് ബി.ജെ.പി. കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി ദേവികുളം മുൻ എം.എൽ.എ. എസ് രാജേന്ദ്രൻ. ഡൽഹിയിലായിരുന്നു കൂടിക്കാഴ്ച. സൗഹൃദ സന്ദർശനം മാത്രമാണെന്നും ബി.ജെ.പിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും എസ് രാജേന്ദ്രൻ പ്രതികരിച്ചു. CPI-യുമായി അഭിപ്രായ വ്യത്യാസം ഇപ്പോഴുമുണ്ടെന്നും അത് തീർത്ത ശേഷം അംഗത്വം പുതുക്കുമെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. ഞാൻ എന്നാ ബി.ജെ.പിയിലേക്ക് ചേരാൻ വന്നു എന്നാണ് നിങ്ങളുടെ ധാരണ? പബ്ലിക്കിന് എന്തോരം കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഇരുന്നപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. കേരളത്തിൽ ഒരു വാക്കും ഇവിടെ ഒരു വാക്കും പറയുന്ന ആളല്ല ഞാൻ. ആരുടെങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് പിന്നെ പറയാൻ വേണ്ടിയിട്ട് വേറെ നിവൃത്തിയില്ലെങ്കിൽ കണ്ടേ പറ്റൂ. അത് ബി.ജെ.പി. ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും വേറെ ഏത് പാർട്ടി ഭരണം നടത്തിയാലും അവരെ കാണാൻ ചുമതലക്കാരെ അവരെല്ലാം കേരളത്തിലുള്ള ഇവിടെ ഈ ഡൽഹിയിലെ അവിടുത്തെ ഒരു കാര്യമുണ്ട്, നല്ല പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ തീർക്കാൻ അവരെ കൊണ്ടേ അത് പറ്റത്തുള്ളെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. ഞങ്ങൾ തമ്മിൽ പാർട്ടിക്കകത്ത് ചില അഭിപ്രായ വ്യത്യാസമുണ്ട്, പറഞ്ഞു തീർക്കട്ടെ, അന്നേരം പുതുപ്പിക്കും, മാത്രമേ ഉള്ളൂ. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന്, ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന്, ഒപ്പം രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന്. ആദ്യം നിതിൻ അംബുജനിലേക്ക്. നിതിൻ, ഈ കൂടിക്കാഴ്ച എപ്പോഴായിരുന്നു? എന്താണ് എസ് രാജേന്ദ്രന്റെ വിശദീകരണം? ഉന്മേഷ്, 1:45 ആരംഭിച്ച കൂടിക്കാഴ്ച ഏതാണ്ട് അവസാനിച്ചത് 2:45 1 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയാണ് ഡൽഹിയിലെ പ്രകാശ് ജാവദേക്കറുടെ വസതിയിൽ നടത്തിയത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, നിലവിലിപ്പോൾ എസ് രാജേന്ദ്രൻ CPM നേതൃത്വമായി അകൽച്ചയിലാണ്. CPM-ന്റെ മെമ്പർഷിപ്പ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടപടികൾ നടന്നു വരികയാണ്. പക്ഷേ ഇതിനിടയിലാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ കേരള പ്രഭാരിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ എസ് രാജേന്ദ്രൻ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എസ് രാജേന്ദ്രനുമായി സംസാരിച്ചു, അദ്ദേഹത്തിന്റെ പ്രതികരണവും നമുക്ക് ലഭിച്ചു. താൻ ബി.ജെ.പിയിലേക്ക് ചേരാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഇന്നത്തെ കൂടിക്കാഴ്ച പ്ലാന്റേഷൻ വിഷയവുമായി ബന്ധപ്പെട്ട്, ഒരു കുടിയേറ്റ തൊഴിലാളികളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ് പ്രകാശ് ജാവദേക്കറുമായി നടത്തിയിരിക്കുന്നത്. താൻ ബി.ജെ.പിയിലേക്ക് ചേരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം, സംസ്ഥാന നേതൃത്വമായുള്ള ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തും ഈ മെമ്പർഷിപ്പ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യം അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത്, സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ഏറെക്കാലമായി ചർച്ച നടത്തിയിട്ടുണ്ട്, ജില്ലാ കമ്മിറ്റിക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ജില്ലാ കമ്മിറ്റി അത് പൂർണ്ണമായും അവഗണിക്കുകയാണ്. ജില്ലാ കമ്മിറ്റിയുമായി ഇപ്പോഴും അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എസ് രാജേന്ദ്രൻ 24നോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കൂടിക്കാഴ്ചയ്ക്ക് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അദ്ദേഹം, നമുക്കറിയാം, നേരത്തെ തന്നെ അദ്ദേഹം ഇപ്പോൾ CPM-ൽ നിന്നും അകൽച്ച നേരിട്ട സമയത്ത് തന്നെ ബി.ജെ.പിയിലേക്ക് പോകുന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അദ്ദേഹം നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നെങ്കിൽ പോലും ഈ കൂടിക്കാഴ്ചയ്ക്ക് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ബി.ജെ.പി വലിയ പ്ലാന്റേഷൻ വിഷയത്തിൽ കൂടിക്കാഴ്ച എസ് രാജേന്ദ്രൻ വിശദീകരിക്കുന്നു. ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ. ദിലീപ് കുമാർ, ഒന്നും കാണാതെ ഇത്തരത്തിൽ ഡൽഹിയിൽ പോയൊരു കൂടിക്കാഴ്ച, അതിന് സാധ്യതയുണ്ടോ ദിലീപ് കുമാർ? ഉന്മേഷ്, എസ് രാജേന്ദ്രൻ ബി.ജെ.പിയിലേക്കെന്ന ഏകദേശ സൂചന തന്നെയാണ് ഈ കൂടിക്കാഴ്ചയിലൂടെ വ്യക്തമാകുന്നത്. കാരണം പ്രകാശ് ജാവദേക്കറെ പോലെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയാണ് പ്രകാശ് ജാവദേക്കർ. അദ്ദേഹത്തെ പോലെ ഒരു ദേശീയ നേതാവിനെ ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ഈ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ കാണുക എന്നതിൻ്റെ തന്നെ ലക്ഷ്യം, നേരത്തെ തന്നെ അഭ്യൂഹം വളരെ ശക്തമായിരുന്നു എസ് രാജേന്ദ്രൻ ബി.ജെ.പിയിലേക്കെന്ന്. പക്ഷേ ഈ സമയം തന്നെ തെരഞ്ഞെടുത്തത് ഏതായാലും പ്രകാശ് ജാവദേക്കറുമായുള്ള ഈ കൂടിക്കാഴ്ചയൊക്കെ എസ് രാജേന്ദ്രൻ ബി.ജെ.പിയിലേക്ക് പോകും എന്ന അഭ്യൂഹത്തിന് ശക്തമായി അടിവരയിടുന്നതാണ്. മാത്രമല്ല, പ്ലാന്റേഷൻ വിഷയത്തിലാണ് ഈ കൂടിക്കാഴ്ച എന്നാണ് പറയുന്നത്. നിലവിൽ കേന്ദ്ര സർക്കാരിന് സുപ്രധാന തീരുമാനമെടുക്കാൻ കഴിയില്ല. ഒരു കാവൽ മന്ത്രിസഭ എന്ന് വിശേഷിപ്പിക്കാം. പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കുന്ന സാഹചര്യമാണ്. അത്തരമൊരു സാഹചര്യം, രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ നിലനിൽക്കുമ്പോൾ പ്രകാശ് ജാവദേക്കറിനെ പോലെ ഒരു നേതാവിനെ ഡൽഹിയിലെ വസതിയിലെത്തി കാണുക എന്നത് തന്നെ ബി.ജെ.പിയിലേക്കുള്ള എസ് രാജേന്ദ്രൻ്റെ പ്രവേശന പാതയായാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ ദിവസമാണ് എസ് രാജേന്ദ്രൻ ഇത് സംബന്ധിച്ച അഭ്യൂഹമെല്ലാം തള്ളിക്കൊണ്ട് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ, മൂന്നാറിൽ ജോയ്സ് ജോർജിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലെത്തിയതും അതിന് മുന്നോടിയായി തന്നെ നേരത്തെ CPM നേതാക്കൾ MM മണി, KK ജയചന്ദ്രൻ, CV വർഗീസ് തുടങ്ങിയവരുമായൊക്കെ മൂന്നാറിൽ എസ് രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. അംഗത്വം പുതുക്കാൻ അവിടെ പ്രാദേശിക നേതാക്കൾ എസ് രാജേന്ദ്രൻ്റെ വസതിയിലെത്തി. അദ്ദേഹം നേരത്തെ ദേവികുളം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIM സ്ഥാനാർത്ഥിയായിരുന്ന രാജയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് ആരോപിച്ച് CPIM അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിരുന്നു, അദ്ദേഹത്തെ സസ്പെൻഷനിൽ നിർത്തിയിരുന്നു. എന്നാൽ ഈ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചെടുത്തില്ല എന്നതായിരുന്നു എസ് രാജേന്ദ്രൻ നേരത്തെ ഉന്നയിച്ചിരുന്ന കാര്യം. ഈ ചതിയന്മാർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന കാര്യവും എസ് രാജേന്ദ്രൻ അടുത്തിടെയാണ് പറഞ്ഞത്. അതിനു പിന്നാലെയാണ് പിന്നീട് ഈ അഭ്യൂഹമൊക്കെ തള്ളിക്കൊണ്ട് ഇടതുമുന്നണിയുടെ കൺവെൻഷനിലേക്ക് എസ് രാജേന്ദ്രൻ എത്തിയത്. പക്ഷേ രാജേന്ദ്രൻ വീണ്ടും ബി.ജെ.പിയിൽ ചേരാനുള്ള ആ അഭ്യൂഹത്തെ കൂടുതൽ ബലപ്പെടുത്തും വിധം ഇന്നിപ്പോൾ ഡൽഹിയിൽ ഈ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. വ്യക്തമായൊരു വിശദീകരണം എസ് രാജേന്ദ്രൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. അദ്ദേഹം
താൻ എന്തിനാണ് ഇവിടെ വന്നത് എന്ന ചോദ്യത്തിന് പ്ലാന്റേഷൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതെന്നാണ് പറയുന്നത്. ഈ ദേവികുളം ഭാഗത്തെ തമിഴ് വംശജർക്കിടയിൽ കാര്യമായ സ്വാധീനമുള്ള ഒരു നേതാവാണ് എസ് രാജേന്ദ്രൻ. അദ്ദേഹത്തെ ഒപ്പം നിർത്തുക, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിർത്തുന്നത് BJPക്ക് വലിയ സഹായകമാകും എന്ന് പാർട്ടി നേതൃത്വം കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ കെ സുരേന്ദ്രന്റെ ജാഥ ഇടുക്കിയിലെത്തിയപ്പോൾ അന്ന് കെ സുരേന്ദ്രനുമായി ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പിന്നീട് PK കൃഷ്ണദാസ് അടക്കമുള്ള നേതാക്കൾ ഫോണിലൂടെ എസ് രാജേന്ദ്രനുമായി സംസാരിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള BJPയുടെ ഒരു ദേശീയ നേതാവും എസ് രാജേന്ദ്രനുമായി സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെയൊക്കെ അതിൻ്റെ അനന്തര ഫലം എന്ന നിലയിലാകാം ഇന്നിപ്പോൾ പ്രകാശ് ജാവദേക്കറെ അല്പം മുമ്പ് കണ്ടിരിക്കുന്നത്. 24 ഈ ദൃശ്യങ്ങൾ ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയാണ്, വാർത്ത പുറത്തുവിടുകയാണ്. ഏതായാലും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഇടുക്കി ജില്ലയിൽ ദേവികുളം മേഖലയിലെങ്കിലും ഒരു വലിയ ഒരു രാഷ്ട്രീയ ചലനമാണ് ഈ എസ് രാജേന്ദ്രൻ BJPയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഉണ്ടാവുക. ഏതായാലും ഇക്കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ എസ് രാജേന്ദ്രൻ BJPയിലേക്ക് പോകുമെന്ന അഭ്യൂഹത്തിന്, അത്തരം വാർത്തകൾക്ക് അതിനെ അടിവരയിടും വിധമാണ് ഇപ്പോൾ എസ് രാജേന്ദ്രൻ പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയെ വിശേഷിപ്പിക്കാൻ കഴിയുക. ശരി ദിലീപ് കുമാർ. രാഹുൽ വിജയൻ കൂടി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഇപ്പോൾ ദേവികുളം മേഖലയിൽ ഇപ്പോൾ എസ് രാജേന്ദ്രൻ അകന്നു നിൽക്കുകയാണ് CPIയിൽ നിന്ന്. പക്ഷേ അതവിടെ ഏതെങ്കിലും തരത്തിൽ കാര്യമായ ഒരു ചലനം ഉണ്ടാക്കിയതായി നമ്മുടെ മുന്നിലില്ല. ഇനി അത് ആ തരത്തിലല്ലെങ്കിൽ കൂടിയും അപ്പോൾ BJPക്ക് ശ്രദ്ധേയമായ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ രാജേന്ദ്രൻ അവിടെ മാറുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടാകാം. പക്ഷേ ഇടുക്കിയിലെ സാഹചര്യം അങ്ങനെയാണോ രാഹുൽ? ഉന്മേഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ BJPയുടെ വിശ്വാസം തന്നെയാണ്. കാരണം 3 തവണ നിയമസഭാ സാമാജികൻ, അതുപോലെ തന്നെ 1 തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ഒരാളെ BJPയിലേക്ക് ഈ ഘട്ടത്തിൽ എത്തിക്കാൻ കഴിയുക എന്ന് പറയുമ്പോൾ അത് വലിയ തരത്തിലുള്ളൊരു ചലനം ഉണ്ടാക്കാൻ കഴിയും എന്ന് BJP വിശ്വസിക്കുന്നുണ്ട്. അത് ആ ഒരു പേടി CPMനുണ്ട് എന്നുള്ളത് പറയാതിരിക്കാനും കഴിയില്ല. കാരണം രാജേന്ദ്രൻ BJPയിലേക്ക് എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം രാജേന്ദ്രനുമായി ചർച്ച നടത്തുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നതടക്കമുള്ള ഉറപ്പുകൾ രാജേന്ദ്രന് കൊടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ ഈ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ CPMന്റെ ജില്ലാ നേതൃത്വത്തോട് അല്ലെങ്കിൽ ജില്ലാ നേതാക്കളോട് കാര്യങ്ങൾ ആരായുമ്പോൾ അവർ ഒരു തരത്തിലും ഈ രാജേന്ദ്രന്റെ വിഷയത്തിൽ പ്രതികരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. അല്ലെങ്കിൽ അത് പാർട്ടിക്ക് പുറത്തു പോയ ഒരാൾ, പാർട്ടിയുടെ പുറത്ത് നിൽക്കുന്ന ഒരാൾ എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, അല്ലെങ്കിൽ ഈ 1 മാസ കാലയളവിൽ അങ്ങനെയല്ല. കൃത്യമായും വളരെ സൂക്ഷിച്ചും കണ്ടും മാത്രമാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി, അതുപോലെ തന്നെ MM മണി അടക്കമുള്ള നേതാക്കൾ ഈ രാജേന്ദ്രന്റെ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ രാജേന്ദ്രൻ LDFന്റെ നിയോജക മണ്ഡലം കൺവെൻഷനിൽ ദേവികുളത്ത് പങ്കെടുത്തിരുന്നു. അന്ന് അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചു, ഈ മെമ്പർഷിപ്പ് പുതുക്കുന്ന കാര്യത്തെപ്പറ്റി ചോദിച്ചു. പക്ഷേ അപ്പോഴും ഒരു കൃത്യമായ മറുപടി, മെമ്പർഷിപ്പ് പുതുക്കുമെന്നോ അല്ലെങ്കിൽ പുതുക്കില്ല എന്നോ ഉള്ളൊരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. മാത്രമല്ല എന്തുകൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നത് എന്നുള്ള കാര്യത്തിൽ പോലും ഒരു കൃത്യമായ ഉത്തരം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. അന്ന് അതിനു മുമ്പ് നേരത്തെ MM മണിയുടെ ഭാഗത്ത് നിന്ന് രാജേന്ദ്രനെ വെടിവെക്കണമെന്നതടക്കമുള്ള പോലെ ഉള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ മറന്നുകൊണ്ട് MM മണിയും വളരെ സമാധാനത്തോടു കൂടി രാജേന്ദ്രൻ എങ്ങോട്ടേക്കും പോയില്ല, അത് മാധ്യമങ്ങളുടെയൊക്കെ സൃഷ്ടിയാണ് എന്ന് പറയുന്ന ഒരു ഘട്ടമാണ് ഉണ്ടായത്. CPMന്റെ ജില്ലാ സെക്രട്ടറി CV വർഗീസും അതേപോലെ തന്നെ സഖാവ് ഇപ്പോഴും, അതായത് രാജേന്ദ്രൻ ഇപ്പോഴും പാർട്ടിയിൽ തന്നെയുള്ള ആളാണ്. അദ്ദേഹത്തിന് കൃത്യമായ പദവികൾ കൊടുക്കും, ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ MV ഗോവിന്ദൻ എത്തുകയും അദ്ദേഹത്തോടും നമ്മൾ ഇതേ കാര്യം തന്നെ ചോദിച്ചു, രാജേന്ദ്രൻ മെമ്പർഷിപ്പ് പുതുക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞ മറുപടി, അതായത് രാജേന്ദ്രനെ പോലെ കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിയിൽ രാജേന്ദ്രനെ പോലെയുള്ള നേതാക്കളെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക, അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുക എന്നതാണ് CPM ചെയ്യുക, അല്ലാതെ രാജേന്ദ്രനെ ഒന്നും ഒഴിവാക്കാൻ ശ്രമിക്കില്ല എന്ന് CPM പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാജേന്ദ്രനെ പോലെ ഒരു നേതാവിനെ BJPയിലേക്ക് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വിടേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് വലിയ തരത്തിലുള്ളൊരു വീഴ്ച, അല്ലെങ്കിൽ അതിൽ വലിയ തരത്തിലുള്ളൊരു പോരായ്മ പാർട്ടിക്ക് ഉണ്ടാകും എന്നൊരു വിശ്വാസം. ശരി രാഹുൽ, അതാണ് ഇടുക്കിയിലെ സാഹചര്യം. ദിലീപ് കുമാർ, ഇപ്പോൾ ഈ കോൺഗ്രസ്സുകാർ എപ്പോഴും നടത്തുന്ന ഒരു പ്രചാരണം, ഇടതുപക്ഷം നടത്തുന്ന പ്രചാരണം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നുള്ള തരത്തിലായിരുന്നു. ഇപ്പോൾ എസ് രാജേന്ദ്രൻ അത്തരത്തിൽ ഇടതുപക്ഷത്ത് നിന്ന് BJPയിലേക്ക് ചേക്കേറുകയാണെങ്കിൽ സ്വാഭാവികമായും ആ വാദം അവിടെ തകർന്നടിയുന്നു, കൂടുതൽ പ്രതിരോധം ഉയർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ രാജേന്ദ്രൻ BJPയിലേക്ക് പോകുന്നു എന്നുള്ളത് ആ നിലയ്ക്ക് കൂടി CPMനെ പ്രതിരോധത്തിലാക്കുമല്ലോ, ഇടതുപക്ഷത്തെ പ്രത്യേകിച്ചു.
ഉന്മേഷ്, എസ് രാജേന്ദ്രൻ പാർട്ടി മാറുകയാണെങ്കിൽ അത് CPM-നെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് 3 തവണ സംസ്ഥാന നിയമസഭയെ ദേവികുളത്തെ പ്രതിനിധീകരിച്ച MLA ആണ് എസ് രാജേന്ദ്രൻ. ആ നിലയിലുള്ള ഒരു അനുഭവ സമ്പത്ത്, അതോടൊപ്പം തന്നെ പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിചയം ഇതൊക്കെയുണ്ട്. അങ്ങനെ ഒരു നേതാവ്, പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളി മേഖലയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന എസ് രാജേന്ദ്രൻ പാർട്ടി മാറുകയാണെങ്കിൽ, BJP-യിൽ ചേരുകയാണെങ്കിൽ അത് സ്വാഭാവികമായും BJP-യെ സംബന്ധിച്ച് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല മറ്റു പാർട്ടികളിൽ നിന്ന് പോലും, പ്രത്യേകിച്ച് CPIM-ൽ നിന്നൊക്കെ നേതാക്കളും പ്രവർത്തകരുമൊക്കെ BJP-യിലേക്ക് വരുന്നുണ്ട് എന്നുള്ള അവരുടെ പ്രചാരണത്തിന് അത് വലിയ കരുത്താകും. അതിന് എസ് രാജേന്ദ്രൻ പാർട്ടി മാറുകയാണെങ്കിൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോഴും എസ് രാജേന്ദ്രൻ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും മനസ്സ് തുറന്നിട്ടില്ല. ഏതാണ്ട് 1 മണിക്കൂറിലേറെ നീണ്ട കൂടിക്കാഴ്ചയാണ് ഡൽഹിയിൽ പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയത്. ആ കൂടിക്കാഴ്ച സ്വാഭാവികമായും ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു CPIM-ന്റെ നേതാവ് ഡൽഹിയിലെത്തി പ്രകാശ് ജാവ്ദേക്കറെ പോലെ, അദ്ദേഹം കേന്ദ്രമന്ത്രിയല്ല, കേരളത്തിൻ്റെ സംഘടനാ ചുമതലയാണ് അദ്ദേഹത്തിനുള്ളത്. ആ ചുമതലയുള്ള കേരളത്തിൻ്റെ പ്രഭാരി എന്ന് BJP അവരുടെ സംഘടനാ സംവിധാനത്തിൽ വിശേഷിപ്പിക്കുന്ന സംഘടനാ ചുമതലയുള്ള നേതാവ് അദ്ദേഹത്തെ ഡൽഹിയിലെ വസതിയിലെത്തി 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തിയത് ഇങ്ങനെ ഒരു കേവലമായ ഏതെങ്കിലും ഒരു വ്യക്തിപരമായ സൗഹൃദമോ അല്ലെങ്കിൽ ഈ പ്ലാന്റേഷൻ വിഷയമോ മാത്രമായിരിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെട്ട നേതാക്കളാണ് വിവിധ പാർട്ടികളിൽ നിന്ന് BJP-യിലേക്ക് ഈ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ കൊണ്ടുവരുന്നതിന് മുൻകൈ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ ഈ കൂടിക്കാഴ്ച അങ്ങനെ ഒരു നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല. നേരത്തെ തന്നെ ഈ BJP-യിൽ ചേരുമെന്ന അഭ്യൂഹം വളരെ ശക്തമായി നിലനിൽക്കെയാണ് തന്നെ ബന്ധപ്പെട്ട നേതാക്കളുടെയൊക്കെ പേരുകൾ അന്ന് എസ് രാജേന്ദ്രൻ വെളിപ്പെടുത്തിയിരുന്നത്. ഇന്നിപ്പോൾ അതിനുശേഷം എസ് രാജേന്ദ്രൻ തൻ്റെ നിലപാടിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇടതുമുന്നണിയുടെ കൺവെൻഷന് മൂന്നാറിലെത്തുന്നു. അതിനുശേഷം താൻ അംഗത്വം പുതുക്കും എന്ന കാര്യം ആ നിലയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതായി CPIM വൃത്തങ്ങളിൽ നിന്ന് അറിയുന്നു. കാരണം മുതിർന്ന നേതാക്കൾ തന്നെ മൂന്നാറിലെത്തി. നേരത്തെ രാഹുൽ വിജയൻ പറഞ്ഞതുപോലെ MM മണി വളരെ മോശമായ പദങ്ങളൊക്കെ ഉപയോഗിച്ച് എസ് രാജേന്ദ്രനെ അധിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ ആ പിണക്കമെല്ലാം മാറിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഈ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുകയും പ്രത്യേകിച്ച് MM മണിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇദ്ദേഹത്തെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള പാർട്ടിയിലേക്ക് തിരികെ എത്തിക്കുക. സസ്പെൻഷൻ കാലയളവിൽ ഉള്ള ഒരു നേതാവായിരുന്നു. പക്ഷേ ആ കാലാവധി കഴിഞ്ഞിരുന്നു. എന്നിട്ടും അംഗത്വം അദ്ദേഹത്തിന് പുതുക്കി നൽകിയില്ല. അതേ തുടർന്നാണ് അദ്ദേഹം ഈ പാർട്ടി വിടും എന്നുള്ള ഒരു ഭീഷണി പരോക്ഷമായി മുഴക്കിയിരുന്നത്. അതിനേതായാലും നേതൃത്വം വഴങ്ങി. നേരത്തെ MV ഗോവിന്ദൻ തന്നെ എസ് രാജേന്ദ്രനുമായി ചർച്ച നടത്തിയിരുന്നു. അന്ന് MV ഗോവിന്ദനോടാണ് BJP നേതാക്കൾ തന്നെ സമീപിച്ചിട്ടുണ്ട് എന്ന കാര്യം എസ് രാജേന്ദ്രൻ വെളിപ്പെടുത്തിയതും. ഇപ്പോൾ ആ അഭ്യൂഹം കൂടുതൽ ശക്തമായി, അല്ലെങ്കിൽ അന്നത്തെ ആ വെളിപ്പെടുത്തൽ അതിന് ഒരു സാധൂകരണം നൽകും വിധമാണ് ഇന്നിപ്പോൾ എസ് രാജേന്ദ്രൻ BJP കേന്ദ്ര നേതൃത്വവുമായി, പ്രകാശ് ജാവ്ദേക്കറുമായി, അതുപോലെ ഇനി മറ്റു നേതാക്കൾ ആരെയൊക്കെ കാണും എന്ന കാര്യത്തിൽ ഇനിയും വിവരങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഈ കൂടിക്കാഴ്ച നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്നതല്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടി മാറ്റം എന്ന നിലയിലേക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് ഈ കൂടിക്കാഴ്ച ഡൽഹിയിൽ നടന്നിട്ടുള്ളത്. ഉന്മേഷ്, ശരി. എസ് രാജേന്ദ്രൻ BJP-യിലേക്ക് എന്നുള്ള അഭ്യൂഹം ശക്തമാകുന്നു. അത് അന്തരീക്ഷത്തിൽ തന്നെയുള്ളതാണ്. നേരത്തെ ഇപ്പോൾ ആ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ, അദ്ദേഹം അവിടേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ പുറത്തു വരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം പ്ലാന്റേഷൻ വിഷയത്തിലെ കൂടിക്കാഴ്ചയെന്ന് മാത്രമാണ്.